ഈ ഹോം ബേക്കേഴ്സിൻ്റെ വീട്ടിലുള്ളവരോടെ എല്ലാവരും പറയുന്നത് എന്താണെന്നറിയോ? നിങ്ങൾക്ക് ഡെയിലി ഇഷ്ടം പോലെ കേക്ക് കഴിക്കാൻ കിട്ടുമല്ലോ എന്ന്. എന്നാൽ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നത് ആ വീട്ടിലുള്ളവരായിരിക്കും വല്ലപ്പോഴെങ്കിലും ഒരു കേക്ക് കഴിക്കാൻ കിട്ടാത്ത ആൾക്കാരെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാനും അങ്ങനെയൊക്കെയാണ് ആദ്യം കരുതിയിരുന്നത്. ഇപ്പോൾ ഞാൻ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതൊന്നും വീട്ടിലുള്ളവർക്ക് ഉണ്ടാക്കി കൊടുക്കാറേ ഇല്ല. നമ്മൾ പുറത്ത് സെയിൽ ചെയ്യാൻ വേണ്ടി മാത്രമായിരിക്കും ഇത് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് വീട്ടിലുള്ളവർക്കൊക്കെ മിക്കവാറും കേക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ആൾക്കാരാണെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ ഈ ചോക്ലേറ്റും കേക്കും ഒക്കെ ഒളിപ്പിച്ച് വെക്കുന്നത് തന്നെ ഒരു ടാസ്ക്കാണ്. അപ്പോൾ കുറേ ദിവസമായിട്ട് ചോദിക്കുന്നുണ്ട് ഒരു കേക്ക് ഉണ്ടാക്കി തരുമോയെന്ന്. ഞാൻ പറഞ്ഞു കേക്ക് ഉണ്ടാക്കി തരാം, പക്ഷേ ക്രീം ഒന്നും ചെയ്ത് തരില്ല, കേക്ക് മാത്രമായിട്ട് വേണമെങ്കിൽ ഉണ്ടാക്കാമെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ അതായാലും മതി എന്ന് പറഞ്ഞു. അങ്ങനെ കേക്ക് റെഡിയാക്കി. ഞാൻ സ്റ്റൗ ടോപ്പിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് സാധാ പീസ് കേക്കായിട്ടാണ് ഞാൻ കട്ട് ചെയ്യാൻ ആദ്യം ഉദ്ദേശിച്ചത്. എന്നിട്ട് ഞാൻ വിചാരിച്ചു എന്തായാലും അത് കട്ട് ചെയ്യുമല്ലോ, അപ്പം നമുക്ക് ഐസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് 3 ലെയറായിട്ട് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഇതേപോലെയാണ് കട്ട് ചെയ്തെടുത്തത്. പീസ് കേക്ക് ആക്കിയില്ല. ആദ്യമൊക്കെ ഞാൻ ഈ നൈഫൊക്കെ വാങ്ങുന്നതിന് മുന്നേ ഈ നൂല് കൊണ്ട് കട്ട് ചെയ്യുമല്ലോ, അങ്ങനെയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ആദ്യം ഇതേപോലെ കേക്കിൻ്റെ സൈഡിലൊന്ന് നോക്കുമ്പോൾ നമുക്ക് 3 ലെയറിന് എത്ര കട്ടിക്ക് 3ഉം ഒരേപോലെ വരുന്ന രീതിയിൽ എത്ര തിക്നെസ് വേണമെന്നുള്ളത് ഒന്ന് നോക്കി ജസ്റ്റ് ഒന്ന് നമ്മുടെ മനസ്സിലൊന്ന് അത് കേക്കിൽ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്താലും കുഴപ്പമില്ല, ഒന്ന് നോക്കിയിട്ട് വേണം കട്ട് ചെയ്യാൻ തുടങ്ങാൻ. അപ്പോൾ ഞാൻ ആ വശത്ത് വെച്ചൊന്ന് കട്ട് ചെയ്തപ്പോൾ എനിക്ക് തോന്നി നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റില്ല എന്ന്. പിന്നെ ഞാൻ അതുകൊണ്ട് ക്യാമറ ഇപ്പുറത്തെ സൈഡിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നമ്മുടെ ഒരു കൈ കേക്കിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇതേപോലെ ഇത്രയും നീളമുള്ളൊരു നൈഫ് തന്നെ വേണം കേട്ടോ. നമ്മുടെ കേക്കിൻ്റെ അപ്പുറവും ഇപ്പുറവും കടന്ന് നിൽക്കുന്ന രീതിയിലുള്ള നൈഫാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. എന്നിട്ട് കേക്കിൻ്റെ മുകളിൽ ഇതേപോലെ കൈ വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഇതേപോലെ ഒന്ന് ടേൺ ടേബിൾ റൊട്ടേറ്റ് ചെയ്ത് കൊടുത്ത് നൈഫ് നമ്മൾ ഇതേപോലെ ഒന്ന് തിരിച്ചു കൊടുക്കുമ്പോൾ അത് കട്ടായി അങ്ങ് കറക്റ്റിനങ്ങ് പോവും. കേക്കിൻ്റെ അപ്പുറത്തെ വശത്തും നമുക്ക് ഇതേപോലെ നൈഫ് എത്തിയിരിക്കണം കേട്ടോ. അപ്പോൾ അതാവുമ്പോഴാണ് കറക്റ്റിനായിട്ട് ഒരേ ലെവലിൽ തന്നെ നമുക്ക് കിട്ടുന്നത്. ടേൺ ടേബിൾ റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ച് കറക്റ്റായിട്ട് അതങ്ങ് കട്ടായി വന്നോളും. നമ്മൾ വലിയ ബലമൊന്നും കൊടുക്കേണ്ട ആവശ്യം വരില്ല. നൈഫും ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഒരുപാട് ബലമൊന്നും കൊടുക്കേണ്ട ഒരു ആവശ്യവും ഇല്ല. ആ ലെയർ അങ്ങ് മാറ്റി വെച്ച ശേഷം വീണ്ടും ഇതേപോലെ നോക്കണം. പിന്നെയുള്ള പീസിന് വീണ്ടും നമുക്ക് 2 ഭാഗം ആക്കണം. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ലെവലിൽ തന്നെ 2 ആക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഇതേപോലെ ഒന്ന് എല്ലാ വശവും ഒന്ന് മാർക്ക് ചെയ്ത് പോയിട്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നൈഫ് ഉള്ളിലേക്ക് കയറ്റിയിട്ട് ടേൺ ടേബിളും കൂടെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്ത് നൈഫ് അപ്പുറത്തെ വശത്ത് ഇതേപോലെ കടന്ന് നിൽക്കണം. അങ്ങനെ വരുമ്പോഴാണ് കറക്റ്റായിട്ട് എല്ലാ വശവും ഒരേ ലെവലിൽ കട്ട് ചെയ്ത് കിട്ടുന്നത്. ടേൺ ടേബിൾ കറങ്ങുന്നതിനും ആ നൈഫ് ഇങ്ങനെ കട്ടായി വരുന്നതിനനുസരിച്ച് നമ്മുടെ കൈ ഇതേപോലെ എടുത്ത് വീണ്ടും കേക്കിൻ്റെ മുകളിൽ വെച്ച് അങ്ങനെ അത് നിങ്ങൾക്ക് വീഡിയോ എനിക്കത് പറഞ്ഞു തരാൻ കറക്റ്റ് അറിയാൻ വയ്യ. ആ വീഡിയോയിൽ നിങ്ങൾ കറക്റ്റ് നോക്കിയാൽ അറിയാം. എൻ്റെ കൈ അങ്ങനെ വീണ്ടും കേക്കിൻ്റെ മുകളിൽ എടുത്ത് വയ്ക്കുന്നു, പിന്നെ എടുക്കുന്നു, അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ അതേപോലെ ഒന്ന് ചെയ്ത് വരുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കട്ടായി കിട്ടിക്കോളും കേട്ടോ. 3 പീസും എനിക്കിവിടെ കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഞാൻ കുറച്ച് ചൂടോടെ കട്ട് ചെയ്തതുകൊണ്ടാണ് പൊടിഞ്ഞു പോയത്. നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ കട്ട് ചെയ്തതാണ്, ആ ചൂട് തണുക്കുന്നതിന് മുന്നേ. പിന്നെ ആ നടുക്ക് വന്നിട്ടുള്ള ഹോള് ഞാൻ അത് സ്ക്വയർ വെച്ച് കുത്തി നോക്കിയില്ലേ, അപ്പോൾ വന്നിട്ടുള്ളൊരു ഹോളാണ്. പിന്നെ നമുക്ക് വീട്ടിലത്തേ കഴിക്കാനില്ല, അതുകൊണ്ട് വലിയ ഭംഗിയൊന്നും വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. മിക്കവാറും എങ്ങനെയൊക്കെ കട്ട് ചെയ്തത് കാണുമ്പോൾ എന്നെ കൊണ്ട് ക്രീമും കൂടി ചെയ്യിപ്പിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ.